അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പറഞ്ഞു, കമലയും ബൈഡനും ചതിച്ചു, പോർമുനമിനുക്കി ലോകം. അമേരിക്ക യുക്രൈന് നൽകിയിട്ടുള്ള ദീർഘദൂര മിസൈലുകൾ റഷ്യയുടെ അകത്തേക്ക് ഫയർ ചെയ്തുകൊള്ളാൻ യുക്രൈൻ അനുവാദം നൽകുന്നത് വഴി ജോ ബൈഡൻ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള തിരിയാണ് കൊളുത്തിയത്. റഷ്യ അടിയന്തരമായിട്ട് അവരുടെ മേജർ അസറ്റുകൾ യുക്രൈന് എത്താൻ സാധിക്കാത്ത ദൂരത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. വ്ളാഡിമിർ പുതിൻ റഷ്യയുടെ ന്യൂക്ലിയർ നിയമം മാറ്റി എഴുതി ഒപ്പുവെച്ചു. ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റിയുള്ള രാജ്യം റഷ്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊരു ന്യൂക്ലിയർ യുദ്ധമായി കരുതും എന്ന് റഷ്യയുടെ പോളിസി ഉണ്ടായിരുന്നതിനെ തിരുത്തി ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യം ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യത്തിൻ്റെ സഹായത്തോടുകൂടി റഷ്യയെ ആക്രമിച്ചാലും അതിനെ ന്യൂക്ലിയർ യുദ്ധമായി കരുതാം എന്നുള്ള നിയമമാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. റഷ്യ യുക്രൈന് ശക്തമായ വാണിംഗ് നൽകി കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ തന്നിട്ടുള്ള മിസൈലുകൾ റഷ്യക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ന്യൂക്ലിയർ റെസ്പോൺസിനെ പ്രോംപ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും റഷ്യ ശക്തമായ താക്കീത് നൽകി കഴിഞ്ഞു. ഇംഗ്ലണ്ടിനോട് പറഞ്ഞു, നിങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ക്രിസ്മസ് ബങ്കറുകളുടെ ഉള്ളിലിരുന്ന് ആഘോഷിക്കാൻ തയ്യാറായിക്കൊള്ളാൻ. ബൈഡന്റെ നടപടിയെ ട്രംപ് ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇതൊരു ലോകം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പോകും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. നേറ്റോ കൺട്രീസ് ലോകമഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഫിൻലൻഡും സ്വീഡനും ഒരു മഹായുദ്ധം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ലഘുലേഖകൾ അവരുടെ പൗരന്മാർക്ക് നൽകാൻ തുടങ്ങിക്കഴിഞ്ഞു. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് നേരത്തെ തന്നെ പുതിനുമായിട്ട് സംസാരിച്ചിരുന്നു. ഇത് അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ലോങ് റേഞ്ച് മിസൈലുകൾ യുക്രൈന് നൽകില്ല എന്ന് ജർമ്മനി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രംപിനെതിരെയുള്ള US ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു കളിയായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആയുധ നിർമ്മാതാക്കളും ആയുധ ഡീലേഴ്സും കുറച്ച് മീഡിയകളും കുറേ ബിസിനസ്മാൻമാരും പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്ന ഒരു സംവിധാനമാണ്. അമേരിക്കൻ സർക്കാരിൻ്റെ പണമെല്ലാം എടുത്ത് ബൈഡൻ ധാരാളമായിട്ട് യുക്രൈനിന് കൊടുക്കുന്നു. യുക്രൈൻ അതേ പണം അമേരിക്കയിലെ തന്നെ ആയുധ നിർമ്മാതാക്കൾക്ക് കൊടുത്ത് ആയുധം വാങ്ങുന്നു. അപ്പോൾ അമേരിക്കൻ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന പണം അമേരിക്കൻ ആയുധ നിർമ്മാതാക്കളുടെ കയ്യിലെത്തിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ മകനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഓൾറെഡി ട്വിറ്ററിൽ പങ്കുവച്ചത് ദ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമായിട്ട് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ തന്നെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ മൂന്നാം ലോകമഹായുദ്ധം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ അത്യാവശ്യമാണ്. കാരണം ലോകത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ നടത്തുന്ന സമാധാന ശ്രമങ്ങളെയെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. ഇറാൻ നേരത്തെ തന്നെ ഈ യുദ്ധത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. 8000-ലധികം ഡ്രോണുകൾ റഷ്യക്ക് നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ അനേകം ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ റഷ്യക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. നോർത്ത് കൊറിയയും ഓൾറെഡി ശക്തമായിട്ട് കളത്തിലുണ്ട്. റഷ്യയുമായിട്ട് അവരൊരു മ്യൂച്വൽ സപ്പോർട്ട് എഗ്രിമെൻ്റ് പോലും ഈയിടെ സൈൻ ചെയ്യുകയുണ്ടായി. തങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തിന് നേരെ ആരുടെ ആക്രമണം ഉണ്ടായാലും അന്യോന്യം സഹായിച്ചോളാം എന്നുള്ള ഒരു എഗ്രിമെൻ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നോർത്ത് കൊറിയ ഈ യുദ്ധത്തിൽ ഇടപെടും. അവരുടെ കയ്യിൽ അമേരിക്ക വരെ എത്തുന്ന മിസൈലുകൾ ഉണ്ട് എന്നവർ അവകാശപ്പെടുമ്പോൾ ഈ യുദ്ധം ഏത് വഴിയിലേക്ക് തിരിയും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. നോർത്ത് കൊറിയ ഓൾറെഡി അവരുടെ ലോങ് റേഞ്ച് ആർട്ടിലറി സിസ്റ്റംസ് റഷ്യക്ക് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് റൗണ്ടുകളും ആർട്ടിലറി അമ്യുനേഷനും റഷ്യക്ക് കൊടുത്തു കഴിഞ്ഞു. എന്ന് മാത്രമല്ല നോർത്ത് കൊറിയയുടെ 12,000 സൈനികർ റഷ്യക്ക് വേണ്ടി യുക്രൈനിൽ യുദ്ധവും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ചൈന ആകെ പറഞ്ഞിരിക്കുന്നത് സമാധാനം പാലിക്കണം എന്നാണ്, അല്ലാതെ യാതൊന്നും പറഞ്ഞിട്ടില്ല. റഷ്യയുടെ സൈഡിലേക്ക് ചൈനയും കൂടെ പങ്കാളികളായി കഴിഞ്ഞാൽ ഈ യുദ്ധം ഏത് തലത്തിലേക്ക് പോകും എന്നുള്ളത് ആർക്കും ഒന്നും പ്രവചിക്കാൻ സാധ്യമല്ല. റഷ്യ ഇപ്പോൾ അവരുടെ മിസൈൽ ആവനാഴിയിൽ നിന്നും ഇസ്കാണ്ടർ മിസൈൽ മാത്രമാണ് കാര്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വെറും 500 കിലോമീറ്ററാണ് റേഞ്ച്. പക്ഷേ റഷ്യയുടെ ആവനാഴിയിൽ 2500 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ലോങ് റേഞ്ച് കാലിബർ ക്രൂസ് മിസൈലുകളുണ്ട്. അതുപോലെ തന്നെ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള എയർ ലോഞ്ച്ഡ് ഹൈപ്പർസോണിക് മിസൈലായിട്ടുള്ള ഡാഗർ മിസൈലുകളുണ്ട്. അതുകൂടാതെ 1000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള 9 മാക് സ്പീഡിൽ സഞ്ചരിക്കുന്ന സിർക്കോൺ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ റഷ്യയുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സാത്താൻ 2 എന്ന് വിളിക്കുന്ന RS-28 സർമാട്ട് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ 10,000 കിലോമീറ്ററിലധികം റേഞ്ചുള്ളത്. യുക്രൈനിലേക്ക് അതിൻ്റെ ദൂരം കുറച്ച് പോർമുനയുടെ വലിപ്പം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ റഷ്യക്ക് അത് വളരെ എളുപ്പം ഉപയോഗിക്കാവുന്നതാണ്. മൾട്ടിപ്പിൾ ന്യൂക്ലിയർ വാർഹെഡ്സ് വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ വളരെ വലിയ വിനാശം വിതയ്ക്കാൻ ശേഷിയുള്ളതുമാണ്. ഇതൊന്നും പറയാഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഫാദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് വിളിക്കുന്ന
ആവിയേഷൻ തെർമോബാറിക് ബോംബുകൾ റഷ്യയുടെ കയ്യിലുണ്ട്. 44 TNT ആണ് ഇതിൻ്റെ ബ്ലാസ്റ്റ് ഈൽഡ്. അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ബോംബായിട്ടുള്ള മദർ ഓഫ് ഓൾ ബോംബ്സിന് വെറും 11 TNT മാത്രമാണ് ബ്ലാസ്റ്റ് ഈൽഡ് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ, അതൊരു ന്യൂക്ലിയർ വാറായിട്ട് മാറിക്കഴിഞ്ഞാൽ, പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും എല്ലാ രാജ്യങ്ങളും എല്ലാ ജനതയും പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടും. ദേശീയ താല്പര്യങ്ങളെക്കാൾ വ്യക്തിപരമായ അധികാരത്തിന് മുൻഗണന നൽകുന്ന ഒരു സ്വാർത്ഥ രാഷ്ട്രീയ നേതാവ് അവരുടെ രാജ്യത്തിന് കാര്യമായ നാശമുണ്ടാക്കും. അത്തരം നേതാക്കൾ ജനാധിപത്യ സ്ഥാപനങ്ങളെ തുരങ്കം വയ്ക്കുകയും പൊതുവിശ്വാസം ഇല്ലാതാക്കുകയും രാഷ്ട്രീയ അസ്ഥിരത ലോകമെമ്പാടും സൃഷ്ടിക്കുകയും ചെയ്യും. ദേശീയ വിഭവങ്ങൾ വ്യക്തിഗത നേട്ടങ്ങൾക്കായി ചൂഷണം ചെയ്യുന്നതിലൂടെ അവർ രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനയെയും സാമ്പത്തിക സ്ഥിരതയും അങ്ങേയറ്റം ദുർബലപ്പെടുത്തും. അവരുടെ പ്രവർത്തനങ്ങൾ അഴിമതിക്കും മനുഷ്യാവകാശ ലംഘനത്തിനും അന്താരാഷ്ട്ര വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതിനും ഇടയാക്കും. ആത്യന്തികമായിട്ട് രാജ്യത്തിൻ്റെ ക്ഷേമത്തിൻ്റെ ചെലവിൽ അധികാരം തേടുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിനും ആഗോള നിലനിൽപ്പിനും ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷം ചെയ്യും എന്നുള്ളൊരു പാഠം ഇവിടെ പലരും മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ കഴിയുന്നതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറയാം, ജയ് ഹിന്ദ്.